coming soon. ആത്മാക്കളെ കൊയ്തിടാം പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ ദൈവജനമേ ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. പലവിധ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും നമ്മുടെ ആവശ്യങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന നിയോഗങ്ങൾ ആവശ്യങ്ങളും സന്ദേശമായി അയക്കാവുന്നതാണ്. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും നമ്മുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് കർത്താവിൻ്റെ നാമം വിളിച്ച് നമ്മൾ 10,000 കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിച്ച് നമുക്ക് വേണ്ട തീർപ്പുണ്ടാക്കി തരും. സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സകല നന്മകളും കർത്താവിൻ്റെ ആത്മാവ് പ്രദാനം ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 92-ാം സങ്കീർത്തനം 10-ാമത്തെ വചനമാണ്. ദൈവത്തിന് തിരുവെഴുത്ത് ഇപ്രകാരം നമ്മോട് പറയുകയാണ്: അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു, എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. എൻ്റെ കർത്താവ് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിങ്. ഈ നാളുകളിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് കാലഘട്ടത്തിന്റെ അഭിഷേകമാണ്. പിശാചിന്റെ ചതികളിൽ നിന്ന്, അവന്റെ വഞ്ചനകളിൽ നിന്ന്, സാത്താൻ ഒരുക്കുന്ന വിവിധങ്ങളായ കെണികളിൽ നിന്ന് നാം രക്ഷപ്പെടുവാൻ ഈ അഭിഷേക തൈലം നമുക്ക് കൂടിയേ തീരൂ. കർത്താവിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്: എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. നമ്മുടെ ജീവിതങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ നന്മകൾ വെളിപ്പെടുവാൻ,
നമ്മുടെ തൊഴിൽ മേഖലകളിൽ, വരുമാന മാർഗങ്ങളിലെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ടാകുവാൻ ഈ പുതിയ തൈലത്താൽ നമ്മൾ പൂരിതരാകുക ആവശ്യമാണ്. ഫ്രഷ് അനോയിന്റിങ്, ഫ്രഷ് ഓയിൽ. പിശാചിന് നമ്മളെ പിടിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ അഭിഷേക തൈലത്താൽ നമ്മൾ പൂരിതരാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ബ്ലെസ്സഡ് ആവുകയാണ്. സങ്കീർത്തനോടൊപ്പം നമുക്കും പറയാം, കർത്താവേ, പുതിയ തൈലം എൻ്റെ മേൽ ഒഴിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, മക്കളുടെ മേൽ, എൻ്റെ മാതാപിതാക്കളുടെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ സഭാ സമൂഹത്തിൻ്റെ മേൽ കർത്താവേ, പുതിയ തൈലം, ഫ്രഷ് ഓയിൽ അങ്ങ് ഒഴിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പൈശാചിക പിടികളും പൊട്ടുവാൻ, സാത്താന്റെ ആധിപത്യങ്ങൾ തകരുവാൻ, വ്യക്തി ജീവിതത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുവാൻ നമ്മൾ ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 12-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. അവന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ മേൽ അടുത്തു കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പൗലോസ് അപ്പോസ്തലൻ സ്പർശിച്ച അംഗവസ്ത്രങ്ങള് രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ പിശാച് ആവശ്യിച്ചിരുന്ന സാത്താന്യ സ്വാധീനങ്ങളുള്ള വ്യക്തികളെ അത് സ്പർശിച്ചപ്പോൾ അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടായി. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടുന്നിടത്ത് പൈശാചിക സ്വാധീനങ്ങൾ തകരും. കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നിടത്ത് ശത്രുവിന്റെ കോട്ടകൾ തകർന്നു വീഴും. പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകും. സാത്താന്റെ സ്വാധീനങ്ങൾ നിർവീര്യമാകും. അത്ഭുതകരമായ ആത്മപകർച്ചയാൽ നമ്മളെല്ലാം നിറയപ്പെടും. ജീസസ്, ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി ആഗ്രഹിച്ച് ഈ സമയം പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പുതിയ തൈലം ഒഴിക്കണമേ. പൈശാചിക പോരുകളിൽ നിന്ന്, നാരികീയ ബന്ധനങ്ങളിൽ നിന്ന്, സാത്താൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന്, ചതികളിൽ നിന്ന്, അവന്റെ എല്ലാവിധ വഞ്ചനകളിൽ നിന്ന് കർത്താവേ, ഞങ്ങൾ സൂക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ മേൽ പുതിയ തൈലം ഒഴിക്കണമേ. ഫ്രഷ് അനോയിന്റിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പകരുന്ന ഈ പുതിയ അഭിഷേകത്തിനായി, ഈ പുത്തൻ ശക്തിക്കായി, ഈ പുത്തൻ കൃപയ്ക്കായി ആഗ്രഹിച്ച് എല്ലാം മറന്ന് ഇരുകരങ്ങളും ഉയർത്തി അതരം തുറന്ന് ഉച്ചസ്വരത്തിൽ യേശുനാമം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം പകരണമേ. ഇന്നിന്റെ അഭിഷേകം, കാലഘട്ടത്തിന്റെ അഭിഷേകം, പൈശാചിക പിടികളെ പൊട്ടിക്കുന്ന, സാത്താന്യ പോരുകളെ നിർവീര്യമാക്കുന്ന, അന്ധകാരാധിപത്യങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന ഫ്രഷ് അനോയിന്റിംഗ് കർത്താവേ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചെല്ലാവരും കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അന്ധകാര പോരുകളിൽ നിന്ന്, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. Come Holy Spirit, come Holy Spirit. ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും, നമുക്ക് ആവശ്യം പരിശുദ്ധാത്മ ശക്തിയെ, പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ട വിധം ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പാപത്തിലും തിന്മയിലും പിശാചൊരുക്കുന്ന കെണികളിലും പെട്ടുപോകുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾക്ക് ആത്മശക്തി നൽകണമേ, പരിശുദ്ധാത്മ ശക്തി നൽകണമേ, പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടമായി ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, എല്ലാവരും ചേർന്ന് മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ,
നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ പൈശാചിക പോരുകളും കർത്താവിന്റെ അഗ്നിയാൽ അരിഞ്ഞു പോകട്ടെ. നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിച്ച് Come Holy Spirit, come Holy Spirit, come 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 Holy Spirit, come come Holy Spirit, come come Holy Spirit, come. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മശക്തി, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ അഭിഷേകം എല്ലാ ജീവിതങ്ങളിലേക്കും വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. എല്ലാ പൈശാചിക പോരുകളും നിർവീര്യമാകട്ടെ. Come Holy Spirit, come come Holy Spirit, come Holy Spirit, come. നിറയണമേ 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 പരിശുദ്ധാത്മാ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ വരട്ടെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും പരിശുദ്ധാത്മ വരട്ടെ. ഒരിക്കൽ കൂടെ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ള ഇരുമ്പലോടെ നമ്മൾ ഒരുമിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുത കൃപകൾ, അത്ഭുത അഭിഷേകം, അത്ഭുത ശക്തി, അത്ഭുത സാന്നിധ്യം പതിനായിരങ്ങളിൽ വ്യാപരിക്കട്ടെ, നിറയട്ടെ, വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ തീയായി കത്തണമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ കാറ്റായി അടിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ വെളിപ്പെടട്ടെ, പാപബോധമുണ്ടാകട്ടെ, അനുതാപമുണ്ടാകട്ടെ, മാനസാന്തരമുണ്ടാകട്ടെ, പൈശാചിക നുഖങ്ങൾ ഒടിഞ്ഞു പോകട്ടെ, സാത്താന്യ പോരുകൾ നിർവീര്യമാകട്ടെ, അന്ധകാര അടിസ്ഥാനങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. ഈശോയെ 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 കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവേ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മുദ്ര ഉണ്ടാകട്ടെ. എല്ലാ നിയോഗങ്ങളെയും കർത്താവേ അവിടുന്ന് ആശീർവദിക്കണമേ. ബ്ലസ് ലോർഡ്, അനോയിന്റ് ലോർഡ്. ഈശോയെ നന്ദി. അമ്മ മാതാവേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, സ്വർഗത്തിന്റെ ഭയങ്കരിയെ, എല്ലാവിധ പൈശാചിക പോരുകളിൽ നിന്നും, സാത്താന്യ ഗണികളിൽ നിന്നും, അവന്റെ എല്ലാ ചതിക്കുഴികളിൽ നിന്നും ഞങ്ങൾ കർത്താവിനാൽ സംരക്ഷിതരാകുവാൻ, കർത്താവിന്റെ സംരക്ഷണ മുദ്രയിൽ ഈ നാളുകളിൽ ഞങ്ങൾ ജീവിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് പാടിക്കേ. അമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമലേ അമലേ മരിയേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ശ്രവിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജായി സെൻഡ് ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സന്ദേശമായിട്ട് അയക്കാം. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഈ ആവശ്യങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ ഒരു മനസ്സോടെ നമ്മൾ കർത്താവിനോട് യാചിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവ് പ്രദാനം ചെയ്യും.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വഞ്ചകന്റെ തന്ത്രങ്ങൾ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കണം. അല്പസമയം മറ്റ് ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ നിറവോടെ കർത്താവ് തരുന്ന ഈ ദൂതുകൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഒരുങ്ങുക. വഞ്ചകന്റെ തന്ത്രങ്ങൾ. നമുക്കറിയാം, പിശാച് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, മിഥ്യാധാരണയോ ആരുടെയെങ്കിലും ഒരു കണ്ടുപിടുത്തമോ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല പിശാച്. സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. പിശാചിന്റെ അസ്തിത്വത്തെ തിരുസഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വചനം. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി പുറം തള്ളപ്പെടേണ്ട സമയമായി. ആരാണ് ഈ ലോകത്തിന്റെ അധികാരി? അത് ശത്രുവായ പിശാചാണ്. സാത്താനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിന്റെ അധികാരി പുറം തള്ളപ്പെടേണ്ട സമയമായി. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? പിശാചിനെ കുറിച്ച് വ്യക്തമായി കർത്താവ് ബോധ്യങ്ങൾ നൽകുകയാണ്. യോഹന്നാൻ 8:44 നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, പിശാച് കൊലപാതകിയാണ്. വേദപുസ്തകം സാത്താനെ വിളിക്കുന്ന പേരെന്താണ്? കൊലപാതകി. അവൻ ആദ്യം മുതൽ കൊലപാതകിയാണ്. വീണ്ടും ആ വചനത്തിലോട്ട് നമുക്ക് വരാം. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. ഇതാണ് പിശാചിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവനിൽ 1% പോലും സത്യമില്ല. അവൻ കള്ളനാണ്, നുണയനാണ്, ചതിയനാണ്, വഞ്ചകനാണെന്ന് വ്യക്തമായി കർത്താവിന്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. അവനിൽ സത്യമില്ല. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണ്. എത്ര കർശനമായ ഭാഷയിലാണ് നമ്മുടെ കർത്താവ് ഈ സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവൻ കൊലപാതകിയാണ്, അവൻ കള്ളനാണ്, അവൻ നുണയനും നുണയന്മാരുടെ അപ്പനുമാണ്, പിതാവുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തമാശയ്ക്കായിട്ടല്ല ഈ വചനങ്ങൾ കർത്താവ് നമുക്ക് തന്നത്. ഇത് സത്യമാണ്, യേശുവിന്റെ പ്രബോധനമാണ്. വീണ്ടും നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങള് നിങ്ങൾ സൂക്ഷ്മതയോടെ വചനം ഒരുമിച്ച് വായിക്കുക. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവ് നമ്മുടെ നിത്യരക്ഷയാണ്. ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ ലൈഫ്. എന്നാൽ യേശു പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളം വരുന്നത്. ഇവിടെ കള്ളൻ എന്ന് പറയുന്നത് ശത്രുവായ പിശാചാണ്. അവന്റെ ഒന്നാമത്തെ പ്രവൃത്തി മോഷ്ടിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് കർത്താവിന്റെ ആത്മാക്കളെ അവൻ മോഷ്ടിച്ചെടുക്കുകയാണ്.
രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് അവൻ ഓരാത്മാവിനെ മോഷ്ടിക്കുന്നു. നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കുന്നു, നമ്മുടെ ആനന്ദത്തെ മോഷ്ടിക്കുന്നു, നമ്മുടെ സ്വസ്ഥതയെ, നമ്മുടെ നന്മകളെ, നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹത്തെ, വിശുദ്ധിയെ, വിശ്വാസത്തെ എല്ലാം പിശാച് മോഷ്ടിക്കുകയാണ്, അവൻ്റേതാക്കി മാറ്റുകയാണ്. ഇന്ന് എത്രയെത്രയോ ജീവിതങ്ങളിൽ നിന്ന്, എത്രയെത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ പിശാച് ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിച്ചു. ദൈവമക്കളെ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് പിശാച് വരുന്നത്. ഇതാണ് സാത്താന്റെ ഐഡന്റിറ്റി. ഇന്ന് അനേകർ പറയുന്നു പിശാചോ, അതൊക്കെ ചുമ്മാ കെട്ടുകഥയല്ലേ. അല്ല ദൈവമക്കളെ, സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. പിശാച് കെട്ടുകഥയല്ല. ഈ രാജ്യത്ത് കള്ളന്മാരില്ല, അല്ലെങ്കിൽ ഈ ദേശത്ത് കള്ളന്മാരില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷം വരുന്ന ആർക്ക്? അവിടെയുള്ള കള്ളന്മാർക്കാണ്. ഇതുപോലെ പിശാചില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാ? പിശാച് തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഇന്ന് പലപ്പോഴും കണ്ടുവരുന്ന അപകടകരമായ രണ്ട് സ്പിരിച്വാലിറ്റികളാണ്. ഒന്ന്, പലരും പറയുന്നു എല്ലാറ്റിനെയും പുറകിൽ പിശാചാണ്, എല്ലാം ബന്ധനമാണ്, എല്ലാം പാപമാണ്, എല്ലാം പിശാചാണ് ചെയ്യുന്നത്. പിശാച് 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 എന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രീമിലേക്ക് ഇന്ന് അനേകർ പോകുന്നു. ഇത് ശരിയായ ഒരു ആത്മീയതയല്ല, ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് പിശാചില്ല, അത് മിഥ്യയാണ്, അത് വെറുതെ പറയുന്നതാണ്, പിശാച് അതൊരു ഭാവന സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ, ഇതും വലിയ അപകടമാണ്. പിശാചുണ്ട്, അവൻ അസ്തിത്വമുണ്ട്, അവൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. തിരുസഭയുടെ പ്രബോധന അധികാരി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധനം 391 ഖണ്ഡിക. ആ ഖണ്ഡികയിൽ സഭാമാതാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് സഭ പറയുന്നത്? ദൈവഹിതത്തിനെതിരായി നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം, അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകലുഷമായൊരു സ്വരം പതിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തിൽ നിബന്ധിച്ച മാലാഖയായി തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. വ്യക്തമായി കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്. സാത്താൻ കെട്ടുകഥയല്ല, പിശാച് ഒരു ഭാവന സൃഷ്ടിയല്ല, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് സഭയുടെ പ്രബോധന അധികാരം സ്ഥിരീകരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. പക്ഷേ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എപ്രകാരമാണ് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പിശാച് നശിപ്പിക്കുന്നത്. സാത്താന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതമാണ്. നമ്മെ എങ്ങനെയെങ്കിലും അവനോടുകൂടെ നിത്യ നരകത്തിൽ നമ്മൾ എത്തിക്കണം. സ്വർഗ സൗഭാഗ്യത്തിൽ നിന്ന്, കർത്താവ് നമുക്കായി നേടിത്തന്ന നിത്യമായ ജീവിതത്തിൽ നിന്ന് നമ്മെ എങ്ങനെയെങ്കിലും അകറ്റിക്കളയണം. സാത്താന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ മനസ്സാണ്. എൻ്റെ സഹോദരി സഹോദരൻ, ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പല പേരുകളും വേദപുസ്തകം പിശാചിന് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4:3 എന്താ പറയുന്നത്? പ്രലോഭകൻ എന്നാണ്. പ്രലോഭകൻ നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത്, നമ്മുടെ ബലഹീനതകളെ മുതലെടുത്ത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി പ്രലോഭകൻ. വ്യക്തമായി നമ്മുടെ കർത്താവ് പറയുന്നു, മത്തായി 4:3 നമുക്ക് അവനെ ശ്രദ്ധിക്കാം. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. ഇഫ്, പിശാചിന്റെ ഫിലോസഫി ഇഫ് എന്ന വാക്കിലാണ്. എങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതം ഇതുപോലെയായി? ദൈവം നിന്നെ കരുതുന്നവനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു?
ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവനല്ലേ, പിന്നെ എന്തിനു നീ വിശുദ്ധിയോടെ ജീവിക്കണം? എങ്കിൽ 100,000 സംശയങ്ങൾ, കുന്തമുനകൾ പോലെ തീയമ്പുകള് നമ്മുടെ മനസ്സിലേക്ക് തൊടുത്തുവിട്ട് നമ്മളെ സംശയത്തിലും ആശയക്കുഴപ്പത്തിലും പ്രലോഭനത്തിലും പെടുത്തി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയാം. പ്രലോഭകൻ. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, പിശാചിനെ കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നത്? ദുഷ്ടൻ, ശത്രു, എനിമി. മത്തായിയുടെ സുവിശേഷം 13:39 നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. മത്തായി 13:39 ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അവ വിതച്ച ശത്രു പിശാചാണ്. വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞു, പിശാച് ശത്രുവാണ്. പിശാചിനെ വേദപുസ്തകം വിളിക്കുന്ന പേര് എനിമി, ശത്രു. കർത്താവിന്റെയും കർത്താവിന്റെ സഭയുടെയും ശത്രു പിശാചാണ്. 1 യോഹന്നാൻ 5:19 വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. 1 ജോൺ 1 യോഹന്നാൻ 5:19 എന്താണ് വചനം പറയുന്നത്? നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. ദുഷ്ടൻ. വ്യക്തമായി കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പിശാചിനെ വിളിക്കുന്ന പേരെന്താണ്? ദുഷ്ടൻ. വീണ്ടും ഈ ലോകത്തിന്റെ ദേവൻ, കുറ്റപ്പെടുത്തുന്നവൻ. ഇങ്ങനെ ഒരുപാട് പേരുകള് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. നമ്മുടെ ഈ വിഷയം വഞ്ചകന്റെ തന്ത്രങ്ങൾ എന്നാണ്. വഞ്ചകന്റെ തന്ത്രങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവർ, എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? കർത്താവിന് തിരുവെടുത്ത് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വ്യക്തമായി വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. നമ്മുടെ മനസ്സിനെ പിശാച് അന്ധമാക്കുന്ന ഈ മക്കളെ, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിപ്പിച്ച് നമ്മുടെ മനസ്സിനെ അന്ധമാക്കുമ്പോൾ നാം കൊടും പാപത്തിൽ ജീവിക്കുമ്പോഴും അത് പാപമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിനെ പിശാച് ബൈൻഡ് ചെയ്ത് കളഞ്ഞു. ഇന്ന് ഇതുപോലെ 10,000 ഇതുപോലെ അന്ധതയിലാണ് ദൈവമക്കളെ. ഈ അന്ധത ബാധിച്ചവര് വിശുദ്ധിയെ അശുദ്ധി എന്ന് വിളിക്കും, അശുദ്ധമായതിനെ വിശുദ്ധി എന്ന് വിളിക്കും, നന്മയെ തിന്മ എന്ന് വിളിക്കും, തിന്മയെ നന്മ എന്ന് വിളിക്കും. പാപവും പുണ്യവും വേർതിരിച്ച് അറിയാൻ കഴിയാത്ത വിധം അവിടെ മനസ്സിനെ പിശാച് അന്ധമാക്കി. അതുകൊണ്ടല്ലേ ചില കുടുംബങ്ങള്, ഈ അടുത്ത നാളുകളിൽ ഒരു കുടുംബിനി, ഭർത്താവും മക്കളുമുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ആ വർക്ക്ഷോപ്പിൽ ഒരു ചെറുപ്പക്കാരനെ പഠിക്കാൻ, നല്ല ചെറുപ്പക്കാരനാണ്, അവനെ പണിക്ക് പോയി കൊണ്ടുവന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് അറിയാതെ വാട്സപ്പിൽ ഇവർ കോണ്ടാക്റ്റുകൾ തുടങ്ങി. സ്ലോലി ഈ സ്ത്രീ ഈ ചെറുപ്പക്കാരനുമായി അടുക്കാൻ തുടങ്ങി. അവൾ അവനെ പ്രണയിക്കാൻ തുടങ്ങി. ഇത് ഭർത്താവ് അറിഞ്ഞു. ആ മനുഷ്യനാകെ തകർന്നു പോയി. ഞാൻ ഈ സ്ത്രീയുമായി സംസാരിച്ചതാണ് പ്രിയപ്പെട്ടവരെ. ഒരു മനസാക്ഷി കുത്തുമില്ല. അവൾ ചോദിക്കുകയാണ്, എന്തിനാ എനിക്ക് ഈ ഭർത്താവ്? എന്നെ സ്നേഹിക്കാത്ത, എന്നെ കരുതാത്ത ഈ ഭർത്താവ് എന്തിനാണ്? ഞാൻ പറഞ്ഞു, മക്കളോ? അതൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ആ മനുഷ്യനിൽ നിന്നുണ്ടായതാണ്. മക്കളൊന്നും എനിക്ക് വിഷയമല്ല. പിശാച് മനസ്സിനെ അന്ധമാക്കി ഭർത്താവിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധം. താൻ നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങള്, ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം പോലും മനസ്സിലാക്കാൻ പറ്റാതെ, ആ കുഞ്ഞുങ്ങളെ താലോലിക്കേണ്ടവള്, ആ കുഞ്ഞുങ്ങളെ ഓമനിക്കേണ്ട ആ അമ്മ, ആ സ്ത്രീ, അവള് പറയാം, കുഞ്ഞുങ്ങൾ എനിക്ക് വിഷയമല്ല. വർക്ക്ഷോപ്പിൽ പണിക്ക് നിൽക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് തെറ്റായ പ്രണയം, ഒരു തെറ്റായ ബന്ധത്തിലേക്ക് അവൾ പോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് ഒരു അനുഭവം മാത്രമല്ല. ഇന്ന് ഇതുപോലെ 1000 കണക്കിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. അവർ സ്വയം വഞ്ചിതരാവുകയാണ്. ഇത് തെറ്റല്ല, ഇത് ചെയ്യുന്നത് തെറ്റല്ല, ഇത് പറയുന്നത് തെറ്റല്ല, ഇപ്രകാരം പ്രവർത്തിക്കുന്നത് തെറ്റല്ല. എന്താ കാരണം? മനസ്സ് അന്ധമായിട്ട് മാറി. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ ബൈൻഡ് ചെയ്ത് കളഞ്ഞു. എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് താറുമാറായി പോയി. എത്രയോ ജീവിതങ്ങൾ ഇന്ന് വലിയ നാശത്തിന്റെ പടുകുഴിയിലാണ്. നമ്മുടെ അനേക യുവജനങ്ങള്, അനേകം കൗമാരക്കാര്, എന്തിനെ അനേകം കുടുംബസ്ഥ വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് ഒരുപാട് 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 പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഭർത്താവിന്റെ മനസ്സിനെ പിശാച് ബന്ധിച്ചു, ഭാര്യയുടെ മനസ്സിനെ ബന്ധിച്ചു, മക്കളുടെ മനസ്സിനെ സാത്താൻ ബന്ധിച്ചു, ബുദ്ധിയിൽ അന്ധകാരം കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവിടെ മനസ്സിനെ അന്ധമാക്കി. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കെട്ട് പൊട്ടാൻ ചങ്ക് നുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിന്റെ മുൻപിൽ. ഇത് അനേകം കുഞ്ഞുങ്ങള് ഈ ബോണ്ടേജിൽ കിടക്കുകയാണ്. മാതാപിതാക്കളെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പ്രിയപ്പെട്ടവരുടെ നൊമ്പര മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സിനെ പിശാച് അന്ധമാക്കി കളഞ്ഞു. വീണ്ടും വെളിപാട് പുസ്തകം 12:12 നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വചനത്തിലോട്ട് വരാം. വെളിപാട് പുസ്തകം 12:12 എന്താണ് വചനം പറയുന്നത്? അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. ഇനി വരുന്ന വചനം നിങ്ങൾ ഒരുമിച്ച് വായിച്ച്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം ദൈവമക്കളെ. യോഹന്നാൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്, പിശാചിന്റെ പിടിയിലാണ് ഇന്ന് ഈ തലമുറ. അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തികൾ സാത്താന്റെ സ്വാധീന വലയത്തിലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പിശാചിന് മനസ്സിലായി. ഇനി തനിക്ക് അധികം സമയമില്ല, തനിക്ക് പ്രവർത്തിക്കാൻ, ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിക്കാൻ ഇനി തനിക്ക് അധികം നേരമില്ല, സമയമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ എഫർട്ട്, ഫുൾ എനർജി പിശാച് സകല അവന്റെ സൈന്യ വ്യൂഹങ്ങളുമായി ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ട കെണികള്, അതിനുവേണ്ട ചതികള്, അതിനുവേണ്ട വഞ്ചനകള്, അതിനുവേണ്ട തീയമ്പുകള് എല്ലാം ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാതെ ഈയാമ്പാറ്റകളെ പോലെ എത്രയെത്ര ആയിരങ്ങള് പിശാചിന് കെണിയിൽപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, വഞ്ചകന്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കാലത്തിന് അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്തിന്റെ പ്രാധാന്യത നമ്മൾ വേണ്ട വിധം നമുക്ക് ബോധ്യപ്പെടണം. സഭാ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരും ഉറക്കെ സ്വരവേഴ്ത്തി പറഞ്ഞേ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഒന്നുകൂടി പറഞ്ഞേ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ പിശാച് അരിശം കൊണ്ട് അലറി വിളിച്ച് ആത്മാക്കളെ നശിപ്പിക്കാൻ, വൈദികരെ നശിപ്പിക്കാൻ, സമർപ്പിതരെ നശിപ്പിക്കാൻ, കുടുംബസ്ഥരെ നശിപ്പിക്കാൻ, യുവജനങ്ങളെ മലിനപ്പെടുത്താൻ, കുഞ്ഞുങ്ങളെ അവരുടെ നിഷ്കളങ്കതയെ മോഷ്ടിക്കുവാൻ വേണ്ടി അവൻ അതിശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഈ സത്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ, കർത്താവിന്റെ അഭിഷേകം കൊണ്ട് നിറയാൻ, കർത്താവിന്റെ ആത്മാവിനാൽ നമ്മളെല്ലാം നിറയുവാൻ ആഗ്രഹിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പിശാചിന്റെ പിടികള്, അവന്റെ തന്ത്രങ്ങള്, അവന്റെ കെണികള്, അവൻ ഒരുക്കുന്ന ചതിക്കുഴികള്, അവന്റെ സകല വഞ്ചനകളും കർത്താവിന്റെ ആത്മാവിനാൽ നിർവീര്യമാകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കുടുംബസ്ഥർ, നമ്മുടെ സമർപ്പിതർ, വൈദികർ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുവാൻ കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ.
കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. Fill Holy Spirit, Fill Holy Spirit. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ആരീശം പൂണ്ട് പിശാചിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്രകാരമാണ് അവന്റെ പ്രവർത്തന ശൈലി? ഇത് ദൈവമക്കളായി നമ്മൾ അറിയണം. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിച്ചു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ഇതു സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. പ്രധാനമായി ഈ വചനത്തിലുള്ള 2 കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്. ഒന്ന്, ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാനാണ്, നമ്മളെ കളിപ്പിക്കാതിരിക്കാൻ. എന്താണ് ഈ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് തരിക. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തരിക. ഇതാണ് നമ്മളെ കളിപ്പിക്കുകയാണ്, നമ്മളെ കബളിപ്പിക്കുകയാണ്. ഇത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവൻ തരുന്നത് ജഡത്തെയാണ്, ജഡിക ദുരാശകളെയാണ്, മാംസത്തിന് ദുരാശകളെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഷെയറിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ വിശുദ്ധി അപഹരിക്കുകയാണ്, നമ്മുടെ വിശ്വസ്തത ഇല്ലാതാക്കുകയാണ്, നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന ആ തന്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുകയാണ്, നമ്മളെ കബളിപ്പിക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികള് ഈ കബളിപ്പിക്കൽ പെട്ടുപോവുക. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പലരും ശംഖ് പൊട്ടി തകർന്ന് കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു. ബ്രദറെ, പ്രാർത്ഥിക്കണം. ഇപ്പോഴാണ് മനസ്സിലായത് ചതിയാണെന്ന്. ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. കർത്താവ് എന്നെ രക്ഷിക്കുമോ? തീർച്ചയായിട്ടും കർത്താവ് കരുണയുള്ളവനല്ലേ, കർത്താവ് കാരുണ്യവാനാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ പോയാൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മെ ഓരോരുത്തരെയും പിശാചിന് തട്ടിക്കളിക്കാൻ അവന്റെ കയ്യിൽ കളിപ്പാവകളായി നമ്മൾ മാറുകയാണ്. പക്ഷെ പൗലോസ് പറയാണ്, അവൻ നമ്മളെ കബളിപ്പിക്കുന്നവനാണ്. രണ്ടാമത് എന്താ വചനം പറയുന്നത്? അവന്റെ തന്ത്രങ്ങളെ പറ്റി നിങ്ങൾ അജ്ഞരല്ലല്ലോ. എന്താണ് അവന്റെ തന്ത്രങ്ങള്? അവന്റെ തന്ത്രങ്ങൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? അവൻ എങ്ങനെയാണ്? എന്താണ് അവൻ നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ, നിത്യജീവനെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയാൻ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പിശാചൊരുക്കുന്ന, വഞ്ചകൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം, അവിടെ 11-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. 11:14 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. വേഷം കെട്ടില്ലേ? നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, നീ വേഷം കെട്ടരുത്. നമ്മൾ പ്രച്ഛന്ന വേഷത്തിൽ വേഷം കെട്ടും. നമ്മൾ ഒറിജിനൽ വേഷമല്ല. സിംഹത്തിനെ തോലെ സിംഹമായിട്ട് വേഷം കെട്ടുക, കരടിയായിട്ട് വേഷം കെട്ടുക, ഇങ്ങനെ പലതുമായിട്ട് വേഷം കെട്ടുക. ഇതുപോലെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് മറ്റൊന്നായിട്ട് മാറുക. അഭിനയമാണത്, കപടതയാണത്. എത്രയെത്രയോ വ്യക്തികൾ ഇന്ന് ഇതുപോലെ ചതിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ. യാഥാർത്ഥ്യം മറ്റൊന്നാണ്, അത് മറച്ചു വെച്ച് വേഷം കെട്ടി നല്ല പിള്ള ചമയം. എത്ര പേരുടെ ജീവിതങ്ങളെ പിശാച് ഈ നാളുകളിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേരുടെ ജീവിതത്തെ അതിനെ പിശാച് വലയം തെരഞ്ഞെടുക്കാറുണ്ട്.
ഈ അടുത്ത നാളുകളിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചു. വെച്ച് കെട്ടി പറയുന്ന കഥയല്ല ദൈവമക്കളെ. അവളുടെ കൂട്ടുകാരികൾ ഇങ്ങനെ പലരും വേഷം കെട്ടും. ചിലപ്പോൾ കൂട്ടുകാരാവാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം. ഈ ചെറുക്കിന് വേണ്ടി ലവ് ജിഹാദിന്റെ ഇരയാക്കാൻ വന്ന ആ ചെറുപ്പക്കാരൻ, അവന് വേണ്ടി അവൻ ഒത്താശ ചെയ്ത പെൺകുട്ടികളാണ് ഇവളുടെ കൂട്ടുകാരികള്. അവന്റെ സൽസ്വഭാവങ്ങളും അവനെക്കുറിച്ചുള്ള നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ സ്വാധീനിച്ച് അവസാനം എന്തൊരു ജ്യൂസില് ചെറിയ മയക്കമരുന്ന് ഇട്ട് കൊടുത്തു. ആ ജ്യൂസ് കുടിച്ചു. ഇവളെങ്ങനെ മയങ്ങിപ്പോയ സമയത്ത് ഇവളുടെ ശരീരത്തെ നശിപ്പിക്കാൻ, വിശുദ്ധി അപഹരിക്കാൻ ഈ ചെറുപ്പക്കാരൻ പരിശ്രമിച്ചു. എങ്ങനെ അത്ഭുതകരമായി ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദൃഢമായ വിശ്വാസം, അപ്പനമ്മയും നല്ല വിശ്വാസികൾ എനിക്ക് ഒരു പേഴ്സണലി അറിയാം. കണ്ണീരോടെ വർഷങ്ങളായി തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവരാ. ആ മാതാപിതാക്കളുടെ വിശ്വാസം മൂലം ആ പെൺകുട്ടിയെ പിശാചിന്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി കർത്താവ് രക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ ആ പെൺകുട്ടി ഈ ചതിയിൽപ്പെടാനുള്ള കാരണം എന്താ? വേഷം കെട്ടി പലരും വന്നു. ഇവളുടെ കൂട്ടുകാരികളാണ്. പലരും വരും. എന്റെ സഹോദരങ്ങളെ, വ്യക്തമായി വേദപുസ്തകം പറയാണ്, പിശാച് വേഷം കെട്ടുന്നവനാണ്. നല്ല ചില ഭർത്താവിനേക്കാൾ നല്ല സ്നേഹമുള്ളവനായിട്ട് വരും, ഭാര്യയേക്കാൾ നല്ല സ്നേഹമുള്ളവളായിട്ട് വരും, അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വരും. യാഥാർത്ഥ്യം അതൊന്നുമല്ല. ഉള്ളിൽ ചെന്നായാണ്, ചെന്നായുടെ സ്വഭാവ, സിംഹത്തിന്റെ വക്രതയാണ്. എന്നാൽ പുറമെ സ്നേഹം നടിച്ചു വരുന്നു. ഇത് തന്നെയല്ലേ പിശാച് നമ്മളെ കബളിപ്പിക്കാന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീണ്ടും വേദപുസ്തകം പറയുന്നുണ്ട്, പൗലോസ് എഫെസോസ്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വചനം. നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കും. 4:27 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എല്ലാവരും ഒരുമിച്ച് വചനം ഉറക്കെ വായിച്ചേ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്താൽ അവൻ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും, നമ്മുടെ ജീവിതത്തിൽ അവന് വേരുറപ്പിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പിശാചിന് മറഞ്ഞിരിക്കുന്ന ഹൈഡിങ് പ്ലേസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആകണം. സത്യസന്ധമായ ജീവിതമായിരിക്കണം, വിശ്വസ്തതയാർന്ന ജീവിതമായിരിക്കണം. പിശാചിന് മറഞ്ഞിരിക്കാൻ എൻ്റെ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒളിത്താവളങ്ങളുണ്ടോ? ഒളിത്താവളങ്ങള്, അങ്ങനെ ഒളിപ്പോരുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശത്രു കാണാതിരിക്കാൻ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിശാച് വേരുറപ്പിക്കപ്പെടാൻ, അവന്റെ ആധിപത്യം ഉറപ്പിക്കപ്പെടാൻ, അവനെ മറഞ്ഞിരിക്കാൻ നമ്മൾ ഒളിത്താവളങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ? തെറ്റായ ബന്ധങ്ങളാകാം, ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങള്. ചിലപ്പോൾ നമ്മുടെ നിരന്തരമായ കള്ളം പറച്ചിൽ, നുണ പറയുന്ന സ്വഭാവമായിരിക്കാം, അമിതമായ മുൻകോപമായിരിക്കാം, നമ്മുടെ അശുദ്ധമായ ജീവിതമായിരിക്കാം, നമ്മുടെ വെറുപ്പും വൈരാഗ്യവുമായിരിക്കാം, നമ്മുടെ മോഷണ സ്വഭാവമായിരിക്കാം, ലോകത്തോടുള്ള ആസക്തികളായിരിക്കാം. എന്തുമാവട്ടെ, ഇതെല്ലാം പിശാചിനെ മറഞ്ഞിരിക്കാനുള്ള ഒളിത്താവളങ്ങളാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ കൃപ തരണം. നമ്മൾ സ്ട്രെയിറ്റ് ആകണം ദൈവമക്കളെ. പലപ്പോഴും ഈ ഒളിച്ചു കളികൾ നമ്മുടെ ജീവിതത്തിന് വലിയ അപകടങ്ങൾ വരുത്തി വെക്കും. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ട്രാൻസ്പെറന്റ് ആകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ സാത്താൻ അവസരം കൊടുക്കരുത്. പലരും അറിഞ്ഞിട്ടല്ല, അവൻ നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിക്കും, നമ്മുടെ കുടുംബത്തിൽ ആധിപത്യം ഉറപ്പിക്കും, നമ്മുടെ ബന്ധങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കും. പിന്നെ നമ്മൾ അവന്റെ കെണിയിൽ പെട്ടുപോകും. അതുകൊണ്ട് വ്യക്തമായി പരിശുദ്ധാത്മ പറയാ, പിശാചിന് അവസരം കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. പരിശുദ്ധാത്മ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കൽ എൻ്റെ ഈ മൊബൈൽ ഫോണിലോട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു നമ്പറിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ചില ബോധ്യങ്ങളാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല. ആ നമ്പറിൽ എനിക്ക് ആരോ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ കുട്ട, മുത്തേ, ചക്കര എന്നൊക്കെ പറഞ്ഞ്. ഞാൻ നോക്കിയപ്പോൾ അത് ഫീഡ് ചെയ്യാത്ത നമ്പറാണല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു സ്ത്രീ അയച്ചിട്ടുള്ളതാണ്. ഞാൻ എതിര് ഓപ്പണായി പറയണമെന്നറിയോ,
ചതികളിൽ പെട്ടുപോകരുത്. ഞാൻ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കരുതെന്ന് പറഞ്ഞു. ശക്തമായിട്ട് താക്കീത് കൊടുത്തു. ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. എനിക്കൊരു സത്യം പരിശുദ്ധാത്മ ബോധ്യമാക്കി തന്നു. എന്തായിരുന്നു ആ ബോധ്യം എന്നറിയോ? അനാവശ്യമായ ആർക്കും മൊബൈൽ നമ്പർ കൊടുക്കരുത്. ആവശ്യം നമുക്ക് അത്രയും ബോധ്യമുള്ളവർ കൊടുത്താൽ മതി. എല്ലാവർക്കും നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പരിശുദ്ധാത്മ പ്രേരിപ്പിക്കും. ഇതൊക്കെ അപകടങ്ങളാ. മൊബൈൽ ഫോണിൽ ചതിക്കുഴികളുണ്ട്, വാട്സപ്പിൽ പിശാചൊരുക്കുന്ന ചതിക്കുഴികളുണ്ട്, ഫേസ്ബുക്കിൽ പിശാചൊരുക്കി വെച്ചിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ ജ്ഞാനം നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചതിക്കുഴിയിൽ വീണ് നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും. പിശാചിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമുക്ക് ഈ വചനത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ഒരു നിമിഷം ഒരിക്കൽ കൂടെ സാധിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ പൈശാചിക ബന്ധനങ്ങളും തകരാൻ വേണ്ടി, സാത്താന്റെ പിടികൾ പൊട്ടാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളായി മാറാൻ വേണ്ടി, നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിന്റെ ജ്ഞാനം വെളിപ്പെടാൻ വേണ്ടി, കർത്താവിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടാൻ വേണ്ടി, എല്ലാ സാധാരണ പോരുകൾ നിർവീര്യമാകാൻ വേണ്ടി ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പ്രാർത്ഥിക്കണം. കർത്താവെ കൃപ ചെയ്യണം, കരുണ കാണിക്കണം. എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, സാത്താന്യ പീഡകളിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, എന്റെ ജീവിത പങ്കാളി, എന്റെ മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങളെ വിമോചിപ്പിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, അഭിഷേകം പകരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവേ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. Spirit of God move. Hallelujah, hallelujah, hallelujah. ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ശക്തിധന അഭിഷേകം, അഗ്നിധന അഭിഷേകം, വിശുദ്ധിധന അഭിഷേകം, ദാസരിലേഖനമേ. ചേർന്ന് പാടിയേ. ശക്തിധന അഭിഷേകം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിധന അഭിഷേകം, കരുണ ചൊരിയണമേ, വിശുദ്ധിധന അഭിഷേകം, കൃപ കാണിക്കണമേ. ദാസരിലേഖനമേ. ഹല്ലേലൂയ. ശക്തിധന അഭിഷേകം, ഹല്ലേലൂയ. അഗ്നിധന അഭിഷേകം, ഹല്ലേലൂയ. വിശുദ്ധിധന അഭിഷേകം, ഹല്ലേലൂയ. ദാസരിലേഖനമേ. ഹല്ലേലൂയ. ശക്തിധന അഭിഷേകം, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. പിശാചിന്റെ പിടികള്, സാത്താന്റെ നാമങ്ങള്, അവന്റെ സകല ചതികളും കർത്താവേ നിർവീര്യമാക്കണമേ. കർത്താവേ ചിതറിച്ച് കളയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കണമേ. ഈശോയേ, ഈശോയേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയോട് ചേർന്ന് പാടുന്നു. ശക്തിധന അഭിഷേകം, 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 അഗ്നിധന അഭിഷേകം, 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 വിശുദ്ധിധന അഭിഷേകം, 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 ദാസരിലേഖനമേ. 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 പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് വരണമേ, ഞങ്ങളുടെ ദൗർബല്യങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പവർ, പവർ,
ശക്തി പുറപ്പെടട്ടെ, ശക്തി പുറപ്പെടട്ടെ, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫെസസ്കാർക്ക് ലേഖനം 6-ാം അധ്യായം 11-ാം വചനത്തിൽ ഇപ്രകാരം സഭാ മക്കളോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ, അതാണ് സാത്താൻ കുടില തന്ത്രങ്ങൾ ഒരുക്കുന്നവനാണ്. അതാണ് പിശാചിന്റെ ഐഡന്റിറ്റി. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. എന്താ പരിശുദ്ധാത്മ ബോധ്യമാക്കി തരുന്നത്? സാത്താന് കുടില തന്ത്രങ്ങളുണ്ട്. നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ കലക്കിക്കളയാൻ, നമ്മുടെ മിനിസ്ട്രികളെ പരസ്പരം കലഹത്തിന്റെ വിദ്വേഷത്തിന്റെ കളകൾ വിതച്ച് അതിനെ ഇല്ലാതാക്കാൻ പിശാചിന്റെ കയ്യിൽ പലവിധ കുടില തന്ത്രങ്ങളുണ്ട്. എന്നാൽ ഇതിനെ കണ്ട് ദൈവമക്കൾ അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട. ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ബലഹീനതകളെ പിശാച് മുതലെടുക്കുകയാണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈകാരിക തലങ്ങളെ പലപ്പോഴും പിശാച് സ്പർശിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? റോമർ 8:26 നമ്മൾ കാണുന്നുണ്ട്. ബലഹീനതകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ, എല്ലാവരും ആ വചനം ഉറക്കെ വായിച്ച്, എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്ന പിശാച് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബലഹീനതകളെ മുതലെടുക്കുന്നു. നമ്മളതാ ശ്രദ്ധിക്കണ്ടേ. ചിലപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കാം. ആ ദേഷ്യം വരുന്ന സ്വഭാവത്തിലൂടെ എൻ്റെ കുടുംബത്തെ കലക്കുന്നു, എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. ചിലപ്പോൾ എനിക്ക് ഓവറായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ ഒരു എല്ലാവരോടും ഒരു പ്രത്യേക കമ്പാഷൻ, നമ്മുടെ ഒരു മനസ്സലിവായിരിക്കാം, ഒരു സഹായ അനുഭൂതിയായിരിക്കാം. നമ്മുടെ ഈ ഇമോഷനെ, നമ്മുടെ ഈ ബലഹീനതയെ പിശാച് ചൂഷണം ചെയ്യാണ്. പലരും നമ്മളെ ചൂഷണം ചെയ്യുന്നു, പലരും നമ്മളെ മുതലെടുക്കുന്നു. ഈ ഒരു ബലഹീനതയിലൂടെ പലരും നമ്മെ നശിപ്പിക്കുന്നു. പിശാച് അവിടെ വിജയിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ പല പല ബലഹീനതകൾ. എന്നാൽ പൗലോസ്ലീഹ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈ ബലഹീനത മാറ്റി. എന്താ കർത്താവ് പറഞ്ഞത്? അതവിടെ ഇരിക്കട്ടെ. നിന്റെ ബലഹീനതകളിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മൾ ആത്മാവിന്റെ ശക്തിയെ ഇറക്കി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ബലഹീനതകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ മുതലെടുക്കാൻ പിശാചിന് സാധിക്കില്ല. പിന്നെ ഇന്നലകളിൽ പിശാച് അനേകരെ കെട്ടിയിട്ടിരിക്കുക. ഇന്നലകളിലെ കഴിഞ്ഞുപോയ ജീവിതം സംഭവിച്ച ചില തിന്മകളായിരിക്കാം, തെറ്റുകളായിരിക്കാം, അപകടങ്ങളായിരിക്കാം, അവിശ്വസ്തതകളായിരിക്കാം, ചില പാപങ്ങളോ മുറിവുകളായിരിക്കാം. ഇതിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കും. എന്തിനാണെന്നറിയോ? നീ പാപിയാണ്, നീ മോശപ്പെട്ടവളാണ്, നീ മോശക്കാരനാണ് എന്നുള്ള ചിന്ത കൊടുത്ത്, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എന്താണ് ചെയ്തിരുന്നത്? അതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ പിശാച് ചെയ്യിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ. അതിനാണ് ഇന്നലകളുടെ ബന്ധനങ്ങളിൽ, ഇന്നലകളുടെ ഓർമ്മകളിൽ പിശാച് അനേകരെ ബന്ധിച്ചിടുന്നത്. എന്തിനാണെന്നറിയോ? അങ്ങനെയുള്ള വ്യക്തികൾ അവർ ഇന്നലകളിൽ ചെയ്ത പാപത്തെക്കാൾ ഘോരമായ പാപം പിന്നീട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. കർത്താവിന്റെ കാരുണ്യം അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു, കർത്താവിന്റെ വിശ്വസ്തത അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു, കർത്താവിന്റെ ദയ അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു. നമ്മൾ ആദ്യം കണ്ടില്ലേ, അവിടെ മനസ്സിനെ പിശാച് അന്ധമാക്കുന്നു. ഈ അന്ധതയിലോട്ട് വരുമ്പോൾ കർത്താവിന്റെ കാരുണ്യത്തെക്കുറിച്ചോ, കർത്താവിന്റെ ദയയെക്കുറിച്ചോ, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചോ, കർത്താവിന്റെ വിശ്വസ്തതയെക്കുറിച്ചോ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ആദ്യത്തേക്കാൾ
മോശപ്പെട്ടവളായി അവൾ മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ മേൽ പിശാചിന് നമ്മൾ ജയം കൊടുക്കരുത്. നമ്മുടെ മേൽ പിശാചിന് നമ്മൾ അവകാശം കൊടുക്കരുത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. നമ്മൾ കർത്താവിന്റെ സ്വത്താ, കർത്താവിന്റെ അവകാശമാ, നമ്മൾ കർത്താവിന്റെ സമ്പത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ പിശാചിന് യാതൊരു അവകാശവുമില്ല. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് എൻ്റെ ജീവിതം. ജീസസ് ഇത് അധികാരത്തോടെ അവകാശത്തോടെ ക്ലെയിം ചെയ്യാൻ ഇത് പിശാച് കേൾക്കണം, ഉറക്കെ പറയണം. ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് എൻ്റെ ജീവിതം. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. ഇനി പഴയത് പറഞ്ഞ് എന്നെ നീ അസ്വസ്ഥപ്പെടുത്തണ്ട, പഴയത് പറഞ്ഞ് എന്നെ നീ പേടിപ്പിക്കണ്ട, പഴയത് പറഞ്ഞ് എന്നെ നീ ഭാരപ്പെടുത്തണ്ട. ഐ എം എ ന്യൂ ക്രിയേഷൻ. ഞാൻ പുതിയ സൃഷ്ടിയാണ് യേശു ക്രിസ്തുവിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം, ഈ ഒരു അനോയിന്റിങ് നമ്മൾ പ്രാപിക്കണം. ഞാനിത് പറയാൻ കാരണം, ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 3-4 മണിക്കൂർ ടെലിഫോൺ മിനിസ്ട്രിയിലിരുന്നു, അനേകരുടെ ദുഃഖങ്ങളും വേദനകളൊക്കെ കേൾക്കാനായിട്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സത്യം എനിക്ക് മനസ്സിലായി. അനേകം ജീവിതങ്ങളെ പിശാചി ഇന്നലകളിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതോട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, കർത്താവിലേക്ക് പ്രത്യാശയോടെ കണ്ണുയർത്താൻ പറ്റുന്നില്ല. പലരും ആദ്യത്തേക്കാൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്നു. ഇതാണ് സാത്താന്റെ ചതി എന്ന് പറയുന്നത്. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ് ദൈവമക്കളെ. പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം, അവിടെ 13-ാമത്തെ വചനം, 3:13. നമ്മൾ എല്ലാവരും ഉറക്കെ ഒരുമിച്ച് വായിക്കണ വചനം. പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 3:13, സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പാസ്റ്റിനെ നമ്മൾ മറക്കണം. കഴിഞ്ഞ കാലത്ത് എന്ത് വേണമെങ്കിലും നടക്കട്ടെ, അതെല്ലാം കർത്താവ് മറന്നു കളഞ്ഞു. കർത്താവ് അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു. കർത്താവ് അത് ശുദ്ധീകരിച്ചു. ഇന്നലകളിൽ ജീവിക്കേണ്ടവരല്ല നമ്മള്. പൗലോസ് പറയാണ്, എന്റെ പാസ്റ്റ് മുഴുവൻ, എന്റെ ഇന്നലകൾ മുഴുവൻ, എന്റെ പിന്നിലുള്ളത് മുഴുവൻ ഞാൻ വിസ്മരിച്ചു. ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അതെല്ലാം മറന്നു കളഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്? മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഇന്ന് എന്തുകൊണ്ട് അനേകർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? അവർ ഇന്നലകളിൽ ഇപ്പോഴും കെട്ടപ്പെട്ടിരിക്കുക. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അവർക്ക് പ്രത്യാശിക്കാൻ പറ്റുന്നില്ല, ആനന്ദിക്കാൻ പറ്റുന്നില്ല, കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല, കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം പിശാച് അവരെ ഇന്നലകളിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഈ കെട്ടുപൊട്ടണം, ഈ പിടി, ഈ സമയം അഴിയുകയാണ്. അനേകരെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ചെല്ലാവരും, ഈശോയേ, 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 കൃപ 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 ഒഴുക ഒഴുക ഒഴുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ വിശുദ്ധിയിലല്ല, കർത്താവിൻ്റെ യോഗ്യതയിലാണ്. കർത്താവിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ്. ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈ അഭിമാനം, ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമുക്കിന് അവസാന പാട്ടിലോട്ട് വരാൻ ദൈവമക്കളെ. ഈ കുടിലതന്ത്രങ്ങളിൽ പിശാച് പ്രധാനമായും ചെയ്യുന്ന കെണിയാണ്, കെണി വെക്കുക. ഈ കെണി വെക്കുന്നതിലൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് പിശാച് കെണി വെക്കുന്നത്? കെണി വെക്കുക. പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം കെണിയാണ്. കെണി. ഈ കെണിയിൽ നമ്മളെ പെടുത്താണ്. അതിനുവേണ്ടി അവൻ സകല തന്ത്രങ്ങളും അടവുകളും പിശാച് ചെയ്യും. കാരണം അവൻ അതേ ചെയ്യാൻ പറ്റൂ. അവന്റെ സ്വഭാവവും ഐഡന്റിറ്റി അത് തന്നെ. ഈശോ പറഞ്ഞില്ല, അവനിൽ സത്യമില്ല. അവൻ 100% കള്ളനും നുണയനും ചതിയനും വഞ്ചകനുമാണ്. അവൻ അതേ സാധിക്കൂ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം
2:26 നമുക്ക് പെട്ടെന്ന് വചനം വായിക്കാം. 2:26 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞേ, ആ കെണിയിൽ നിന്ന്. ആ കെണിയിൽ നിന്ന്. പോരാ അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, ആ കെണിയിൽ നിന്ന്. ആ കെണിയിൽ നിന്ന്. ഏത്? പിശാചൊരുക്കിയ കെണി, സാത്താൻ ഒരുക്കി വെച്ച കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തും. കർത്താവെ ഒന്ന് വിളിച്ചാൽ മതി, നമ്മള് ചങ്ക് പൊട്ടി ഈശോയെ ഒന്ന് വിളിച്ചാൽ മതി, ആ കെണി പൊട്ടും ദൈവമക്കളെ. അതിന് തെളിവല്ലേ 91-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം. 91-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്കറിയാവുന്ന വചനമാണെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്ന്. ആരാണ് ഈ വേടൻ? അത് പിശാചാണ്. പിശാചിന്റെ കെണികളിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം എപ്രകാരമാണ് ഈ കെണിയിൽപ്പെടുത്തുവാൻ പിശാച് മെനയുന്ന ഉപായങ്ങൾ, അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അതിലൊന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതിലൊന്നാമത് ആകർഷകമായ ചക്കര വാക്കുകളാണ്. ആ വാക്കിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ മീനിങ് അടങ്ങിയിരിപ്പുണ്ട്. ആകർഷകമായിട്ടുള്ള മുഖസ്തുതികള്, ചക്രവർത്തമാനങ്ങള്, തേനൊലിപ്പിക്കുന്ന വാക്കുകള്. ഈ തേനൊലിപ്പിക്കുന്ന ചക്രവാക്കുകളിലൂടെയാണ് അനേകം ആത്മാക്കളെ പിശാച് കെണിയിൽപ്പെടുത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നുണ്ട്, റോമാക്കാർക്ക് ലേഖനം 16-ാം അധ്യായം 18-ാമത്തെ വചനം, റോമർ 16:18. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴിപിഴപ്പിക്കുന്നു. ഞാൻ പലപ്പോഴും വേദനയോടുകൂടി ഈ വചനം വായിക്കാറ്. ആകർഷകമായി, ഇവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, വാക്ചാതുര്യം, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പലതവരിൽ ഉണ്ടാവും. ശാസ് അവിടെയൊക്കെ കെണി വെച്ചിരിക്കും. ചിലപ്പോൾ ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, ചിലപ്പോൾ ഡ്രസ് കോഡ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ചിരിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ ചില സംസാര രീതികളായിരിക്കാം, കെയറിങ് ആയിരിക്കാം, അവിടെ വേറെ ചില പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ഇതൊക്കെയായിരിക്കും നമ്മളെ ആകർഷിക്കുന്നത്. പക്ഷെ ഈ ഒരു ആകർഷണത്തിലൂടെ പിശാച് കെണിയൊരുക്കി വെച്ചിരിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ മീൻ പിടിക്കാൻ ചൂണ്ട കൊണ്ടുപോകുമ്പോൾ മീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇര, ആ ഇരയാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത്. ഇതുപോലെ പിശാചിനറിയാം നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യക്തികൾ അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്യും. ചിലപ്പോൾ വ്യക്തികളാകാം, ചില വസ്തുക്കളാകാം, ചിലപ്പോൾ ചില മോഹങ്ങളാകാം, ഇച്ഛകളാകാം, എന്തോ ആവട്ടെ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ആകർഷകമായ മുഖസ്തുതിയുടെ ചക്രവാക്കുകൾ ഇന്ന് ഈ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും ചാറ്റിങ്ങിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്താ ദൈവമക്കളെ? ഈ ചക്രവർത്തമാനങ്ങളല്ലേ? ഈ ചക്രവർത്തമാനങ്ങള്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ നിത്യത ഇല്ലാതാക്കാൻ പിശാചൊരുക്കുന്ന കെണികളാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. എത്രയോ സ്ത്രീകള് വഴിപിഴച്ചു പോയി. ഭർത്താക്കന്മാരുള്ളവർ, മക്കളുള്ളവരാ, ഇതുപോലെ ഭാര്യയുള്ള മക്കളുള്ള എത്രയോ പുരുഷന്മാർ വഴിപിഴച്ചു പോയി. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന കണ്ണീരിലാഴ്ത്തത് എത്രയോ മക്കള്. നൊന്ത് പ്രസവിച്ച അമ്മയെ ചവിട്ടി, പോറ്റി വളർത്തിയ അപ്പനെ അപമാനിച്ച് അധിക്ഷേപിച്ച്, എപ്പോഴെവിടെ വെച്ച് കണ്ട ഒരുത്തിന് പുറകെ ഇറങ്ങിപ്പോകാൻ ഒരു മടിയും അതിലൊരു ഭാരവുമില്ലാതെ മാതാപിതാക്കളെ ചവിട്ടിക്കളഞ്ഞു പോകുന്ന എത്രയോ പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിലുണ്ട്. എന്താ കാരണം? ഈ ചക്രവർത്തമാനങ്ങളിൽ അവർ ആകർഷകരായി, അവിടെ മനസ്സ് അന്ധതയിൽ പോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതെല്ലാം പിശാചിന്, വഞ്ചകന്റെ തന്ത്രങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം. വ്യക്തമായി പരിശുദ്ധാത്മ പറയാ, ആകർഷകമായ മുഖസ്തു. അതുകൊണ്ട് ആരെങ്കിലും ചക്രവർത്തമാനം പറഞ്ഞു വന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയ ആള് ശരിയല്ല. സ്നേഹിക്കുന്നവരിടയ്ക്ക് ശാസിക്കും, അവരിടയ്ക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കും. എപ്പോഴും ഇങ്ങനെ സുഖിപ്പിക്കുന്ന, എപ്പോഴും ഇങ്ങനെ തേനൊലിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുന്നവർക്ക് അവർക്ക് എന്തോ ചില ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മ വീണ്ടും ദാനിയേൽ പ്രവചനം 11:32 ഇപ്രകാരം പറയുന്നത്. ദാനിയേൽ പ്രവചനം 11:32 എന്താ പറയുന്നത്? ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ചക്രവർത്തമാനം. നമ്മുടെ അനേകം പെമ്പിള്ളാർ ഇങ്ങനെ പോയിരിക്കുന്നത്. ഈ ചക്രവർത്താനം കേൾക്കുമ്പോൾ അവരുടെ ധാരണ ഇതൊക്കെ സത്യാന്ന്, ഇതെല്ലാം ശരിയാണെന്നാ. ഈ ഫേസ്ബുക്കിലെ അതുകൊണ്ട് നിങ്ങൾ ഈ അറിയാത്ത നമ്പറുകളിൽ നിന്ന് ഹായ്, അതുപോലെ ചില ഈ സിമ്പിളുകളുണ്ടല്ലോ, ഒക്കെ അറിയാലോ അല്ലേ? ഇതൊക്കെ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ റിപ്ലൈ കൊടുക്കരുത്, റിപ്ലൈ ചെയ്യരുത്. ചിലര് കൗതുകത്തിന് വേണ്ടിയാണ്. ഇതാരാണ് ആള്, അപ്പൊ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തു, ഈ സാധനം കൊടുത്തു, ഇത് കൊടുത്തു, എന്തൊക്കെയാ കൊടുക്കണത്. എന്റെ അവസാനം എന്താണെന്നറിയോ? നശിച്ചു പോവാണ് എത്രയോ ജീവിതങ്ങൾ. ചിലർ ആത്മഹത്യ വരെ ചെയ്യുന്നു. ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് പൊതുവായിട്ട് ചില സത്യങ്ങളൊന്നും സംഗതികൾ പറയാൻ പറ്റത്തില്ല. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. പലരും ഹായ് വിടും, പലരും പലതും പറഞ്ഞു വിടും. നമ്മൾ വിവേചിക്കണം. അറിയാത്ത കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കരുത്. അത് ഓഫീസിലാണെങ്കിലും, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും, പ്രിയപ്പെട്ടവരുടെ ഇടയിലാണെങ്കിലും, നമ്മുടെ ഏത് സർക്കിളിലാണെങ്കിലും നമ്മൾ എല്ലാം സ്കാൻ ചെയ്യണം, ആത്മാവിൽ വിവേചിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ മുഖസ്തുതി പറഞ്ഞ് നിന്നെ വഴിതെറ്റിക്കും, നിന്നെ നശിപ്പിച്ചു കളയും, നിന്റെ വിശുദ്ധി അപഹരിക്കും, നിന്റെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കും, നിന്റെ സ്വസ്ഥത ഇല്ലാതാക്കും, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയും. എത്രയെത്രയോ അനുഭവങ്ങള് കെണിയിൽപ്പെടുത്തുകയാണ്. അപ്പോ ആ കെണിയിൽപ്പെടുത്താൻ ആകർഷകമായ ചക്രവർത്തമാനങ്ങള് നിങ്ങൾ തീരുമാനം. ചക്രവർത്തമാനം പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട. എൻ്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ കൂടുതൽ സഹോദരന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാരാണ് പെട്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അർത്ഥശൂന്യമായ വാക്കുകളിലൂടെയാണ് പിശാചി കെണിയിൽപ്പെടുന്നത്. ഇത് സാധാരണ മറ്റൊരു തന്ത്രമാണ്. ഒന്ന്, ആകർഷകമായ ചക്രവർത്തമാനങ്ങൾ. രണ്ടാമത്, അർത്ഥശൂന്യമായ വാക്കുകൾ. ആ അർത്ഥശൂന്യമായ വാക്കുകളിൽ തന്നെ നമുക്ക് അതിന് മീനിങ് എടുപ്പുണ്ട്. ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങള്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. എഫെസസ്കാർക്ക് ലേഖനം 5:6. നമുക്ക് പെട്ടെന്ന് വചനം വായിക്കാം. 5:6 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ലോകം എന്താ നമ്മോട് പറയും? ഈ അർത്ഥശൂന്യമായ വാക്കുകളാ. നീ കള്ളു കുടിച്ചോ, നീ പ്രേമിച്ചോ, നീ വ്യഭിചരിച്ചോ, വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെട്ടോ, ലോകത്തിന് സുഖങ്ങൾ അനുഭവിച്ചോ, ലോകത്തിന്റെ കളറുകൾ ആസ്വദിച്ചോ, ജീവിതം ഒന്നേയുള്ളൂ, മാക്സിമം എൻജോയ് ചെയ്തോ, എല്ലാം എൻജോയ് ചെയ്തോ. അർത്ഥശൂന്യമായ വാക്കുകൾ. എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനിങ്ങനെ പള്ളിയിൽ പോണത്? സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, എല്ലാം ഇവിടെ തന്നെ. സ്വർഗ നരകമൊക്കെ ഇവിടെ തന്നെ, ഇവിടെ എല്ലാം തീരും. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം ആസ്വദിക്കുക. അർത്ഥശൂന്യമായ വാക്കുകൾ. ഇതല്ലേ ഇന്ന് പിശാചൊരുക്കുന്ന കെണി. എത്രയെത്രയോ ജീവിതങ്ങൾ ഇന്ന് ഈ കെണിയിൽ പെട്ടുപോകുന്നു. ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ദൈവത്തെ മാറ്റി നിർത്തി കർത്താവിന്റെ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്തിന് സുഖങ്ങൾക്ക് വേണ്ടി അർത്ഥശൂന്യമായ വാക്കുകളാണ്. നിത്യതയില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പൗലോസ് പറഞ്ഞതുപോലെ, പുനരുദ്ധാനം നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിത്യജീവനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നമുക്ക് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അപ്പൊ പിശാചിന്ന് പലരെയും ഈ കെണിയിൽപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന അവന്റെ അടുത്ത തന്ത്രമാണ് അർത്ഥശൂന്യമായ വാക്കുകള്, ചക്രവാക്കുകള്, അർത്ഥശൂന്യമായ വാക്കുകള്. ശ്രദ്ധിക്കണം ദൈവമക്കളെ. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ വളരെ ഗൗരവമുള്ളവരാവണം. നമ്മുടെ മക്കളെ നമ്മൾ അമിതമായി വിശ്വസിക്കരുത്. ദുരുപദേശം തരുന്നതല്ല, നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ജ്ഞാനത്തിന്റെ കണ്ണുകൾ നമുക്കുണ്ടാകണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില്. മൂന്നാമത്, ഈ കെണിയിൽപ്പെടുത്താൻ വേണ്ടി പിശാചൊരുക്കുന്ന മൂന്നാമത്തെ ഒരു തന്ത്രം ഒക്കെ ഈ വാക്കുകളിലാണ്. കാരണം അവൻ കള്ളനും നുണയനാണ്. മുഴുവൻ ഈ വാക്കുകളിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ പ്രവർത്തനം ആക്ഷനിലേക്ക് വരുന്നുള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം.
കൊളോസസ് 2:4. അവിടെ എന്താ പറയുന്നത്? ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, വഞ്ചനാത്മകമായ വാക്കുകൾ. പറഞ്ഞേ, വഞ്ചനാത്മകമായ വാക്കുകൾ. ഡിസീവിങ് ആൻഡ് ചീറ്റിംഗ്. ഡിസീവിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷ്യലി, ബോധപൂർവം ഒരു വ്യക്തിയെ നശിപ്പിക്കലാണ്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ ലാഭങ്ങളും നേട്ടങ്ങളൊക്കെ വേണം, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാണ്. എന്നാൽ ഡിസീവിംഗ്, വഞ്ചന എന്ന് പറഞ്ഞാൽ അത് ഇന്റൻഷ്യലി, ബോധപൂർവം ആ വ്യക്തിയെ നശിപ്പിക്കാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതാണ് പിശാച്. വഞ്ചനാത്മകമായ വാക്കുകള്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 3:1 കാണുന്നത്. പിശാചിത വേഷം കെട്ടി, സർപ്പത്തിന്റെ രൂപം, വേഷം കെട്ടാണ്, സർപ്പത്തിന്റെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് ഹവയോട് ചോദിച്ചു, നമ്മുടെ വല്യമ്മിച്ചി ഹവയോട് എന്താ ചോദിച്ചേ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? കണ്ടോ, ഇതൊക്കെ വളരെ തന്ത്രങ്ങളാണ്. ഇതൊക്കെ ആ വാക്കുകളൊക്കെ എടുത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ദിവസങ്ങളോളം ധ്യാനിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. ആ തോട്ടത്തിൽ നിൽക്കുന്ന ആ ഒരു വൃക്ഷത്തിന് ഫലം തിന്നരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, ഒരു സംശയം ഇട്ട് കൊടുക്കുകയാണ്. അതിന് മറുപടിയൊക്കെ ഹവ പറയുന്നുണ്ട്. 4-5 വചനത്തിൽ എന്താണ് പിശാച് പറഞ്ഞത്? സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. കണ്ടോ, നിങ്ങൾ ദൈവത്തെ പോലെയാ. ആകർഷകമായ വാക്കുകൾ. ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് മാത്രമല്ല പറഞ്ഞു കാണും. അതാണ് സാത്താന്റെ കൗശല്യം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഒരു ഭാവന പറയാം നിങ്ങളോട്. ഈ ഹവ്വയെ ഇതൊക്കെ പറഞ്ഞ് ഹവ്വയെ കണ്ട് അവസാന സമയത്ത് പിശാച് പറഞ്ഞു കാണും, ഹവ്വ നീ അങ്ങ് ക്ഷീണിച്ചു പോയില്ലടി, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഈ ഒറ്റ ഡയലോഗ് ഹവമ്മച്ചി പിശാചിന് പിടിയിലായി. ഇതുവരെ ആദം ഇതുപോലത്തെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല. എന്തൊരു സ്നേഹം ഈ ചേട്ടായിക്ക് എന്നോട്, എന്തൊരു കരുണയാണ് എന്നോട്. ഇത് മുഴുവൻ ചതിയല്ലേ, വേഷം കെട്ടലേ. നമ്മൾ വചനത്തിൽ കണ്ടു. പിശാചിന്റെ ലക്ഷ്യം എന്താ? ദൈവത്തിൽ നിന്ന് അവർ അകറ്റി അവിടെ നിത്യത ഇല്ലാതാക്കുക. സാത്താൻ വിജയിച്ചില്ല ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ ആ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 8:25 പരിശുദ്ധാത്മ പറയുന്നുണ്ട്. ദാനിയേൽ 8:25 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. എല്ലാവരും ഒരുമിച്ച് വചനം ഏറ്റു പറഞ്ഞേ, കൗശലം കൊണ്ട്. ഒരുമിച്ച് പറഞ്ഞ, കൗശലം കൊണ്ട് വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ പിശാച് വിജയിക്കും. കൗശലങ്ങൾ ഉപയോഗിക്കും, ഉപായങ്ങൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ ആത്മരക്ഷയെ ഇല്ലാതാക്കാൻ, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ വിശുദ്ധി ഇല്ലാതാക്കാൻ, സ്നേഹത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ ആനന്ദത്തെ കെടുത്തിക്കളയാൻ അവൻ കൗശലങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇതാണ് ഹവ്വയുടെ അടുത്ത് കൗശലമായി ചെന്നു, എന്നിട്ട് അവളെ വീഴ്ത്തിക്കളഞ്ഞു. അവളിലൂടെ ആദത്തെയും വീഴ്ത്തിക്കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വഞ്ചകന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ സയൻസ് പഠിച്ചത് കൊണ്ടോ, ചരിത്രം പഠിച്ചത് കൊണ്ടോ, നമ്മൾ ലിറ്ററേച്ചർ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് കർത്താവിൻ്റെ ജ്ഞാനം വേണം. കർത്താവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം വേണം. വെളിപാട് പുസ്തകം 13:18 നമ്മൾ കാണുന്നുണ്ട്. എന്താ വചനം പറയുന്നത്? വെളിപാട് 13:18 ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. വഞ്ചകന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ, അവന്റെ ചതികൾ തിരിച്ചറിയാൻ, അവന്റെ കെണികൾ മനസ്സിലാക്കാൻ, അവന്റെ ഉപായങ്ങൾ മനസ്സിലാക്കാൻ, അവന്റെ വേഷം കെട്ടലുകൾ മനസ്സിലാക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമുക്ക് വേണം. കർത്താവിന്റെ ജ്ഞാനത്തിലായിരിക്കണം നമ്മൾ ഇന്ന് ജീവിക്കേണ്ടത്. ഈ അന്ത്യകാലഘട്ടത്തില്, ഈ അന്ത്യകാല ഉണർവിന്റെ നാളുകളിലെ യുഗാന്തി സഭയിലാണ് നമ്മൾ. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 7:30 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ജ്ഞാനം 7:30 ആ വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനത്തിനെതിരെ ഒരു തിന്മയ്ക്കും
പ്രബലപ്പെടാൻ പറ്റത്തില്ല, പാപത്തിന് പ്രബലപ്പെടാൻ പറ്റത്തില്ല, പിശാചിന് പ്രബലപ്പെടാൻ പറ്റത്തില്ല. കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ നമ്മളെ കെണിയിൽപ്പെടുത്താൻ പിശാചിന് എളുപ്പമല്ല. ദൈവമക്കളെ, എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ പരസ്പരം പരിശുദ്ധാത്മ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം കർത്താവിന് ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിന് ജ്ഞാനം കൊണ്ട് നിങ്ങൾ സമർപ്പിത ജീവിതം നയിക്കപ്പെടണം. ബഹുമാനപ്പെട്ട വന്യ വൈദികരെ, കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറയപ്പെടണം. ഈ കാലഘട്ടത്തിൽ സാത്താന്റെ ചതികളെ, വഞ്ചനകളെ മനസ്സിലാക്കാൻ, അവൻ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ, ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല. അതുകൊണ്ട് യാക്കോബ് സ്ലീഹ പറയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, കർത്താവിനോട് ചോദിക്കട്ടെ. യാക്കോബ് 1:5, കർത്താവിനോട് ചോദിക്കട്ടെ, കർത്താവിനോട് ചോദിക്കട്ടെ. അവസാനമായി ദാനിയേൽ പ്രവചനം 12:3 നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ദാനിയേൽ പ്രവചനം 12:3 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കും. ജ്ഞാനികൾക്കുള്ള റിവാർഡാണ്. അവർ ആകാശത്തിലെ പ്രഭ പോലെ വിളങ്ങും, പ്രശോഭിക്കും. കർത്താവെ ജ്ഞാനം നൽകണമേ, കർത്താവെ ജ്ഞാനം നൽകണമേ, കർത്താവിന്റെ ജ്ഞാനമേ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, കൂട്ടായ്മകളിൽ എല്ലാം കർത്താവിന്റെ ജ്ഞാനം നിറയട്ടെ.